കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായി? മരിച്ചുപോയല്ലേ, അവരെ പേര് മറന്നു. ജോൺ ഫ്രാൻസിസ് ആണോ? അൽഫോൺസാമ്മ. സോണിയാഗാന്ധി ക്രൈസ്തവ പുരോഹിത. അപ്പൊ എന്തായാലും സോണിയാഗാന്ധി അല്ല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല വട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കല പാലച്ചിറയിലാണ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന ചേച്ചിയുടെ പേര്? അനിത. ചേച്ചി ഇപ്പോൾ എങ്ങോട്ട് പോയി? വീട്ടിൽ പോന്നു. വീട് പാളയംകുന്നിലല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശം വട്ടപ്ലാമൂട് ITIക്ക് സമീപം പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവിടെ മിതമായ വിലയിൽ ലഭിക്കുന്നു. വിവിധ കമ്പനികളുടെ പെയിൻറ്റുകളും അവിടെ നിന്ന് നമുക്ക് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? മരിച്ചുപോയല്ലേ, അവരെ പേര് മറന്നുപോയി. അറിയാമെങ്കില കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? പള്ളിയിൽ അച്ഛനെന്ന് കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ അമ്മയെന്ന് കേട്ടിട്ടില്ലല്ലോ. ക്രൈസ്തവ പുരോഹിതനെയാണ് പള്ളിയിൽ അച്ഛനെന്ന് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവ പുരോഹിത ഉണ്ടായിരുന്നു, അതാരായിരുന്നു? കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? ജോൺ ഫ്രാൻസിസ് ആണോ? ക്രൈസ്തവ പുരോഹിതയാണ്, പുരോഹിതനല്ല. അതായത് ഒരു വനിത അതിന്റെ അധ്യക്ഷ സ്ഥാനം പള്ളിയിൽ. കേരളത്തിലുള്ള മാർത്ത അറിയത്തില്ല. ആരാണ്? അൽഫോൺസ് അല്ല. ഞങ്ങളുടെ കൈവശം വട്ടപ്ലാമൂട് ITIക്ക് സമീപം പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? അറിയത്തില്ല. പുരോഹിതനെ പള്ളിയിൽ അച്ഛനെന്ന് പറയും, പുരോഹിതയെ പള്ളിയിൽ അമ്മയെന്ന് പറയും. അറിയത്തില്ല. അൽഫോൺസാമ്മ. അൽഫോൺസാമ്മയുടെ നാണയത്തിൽ വന്നു. അറിയത്തില്ല. എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത അറിയത്തില്ല. അമ്മയ്ക്കറിയാമോ? അമ്മ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ക്രൈസ്തവ പുരോഹിത കേട്ടിട്ടില്ല. കുട്ടികൾ പഠിക്കാനൊക്കെ അറിയത്തില്ല. എനിക്കറിയാൻ വയ്യ. കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു അറിയാമോ? ചേച്ചിക്കറിയാമോ? കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു അറിയാമോ? അറിയത്തില്ല. കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? പുരോഹിത. പുരോഹിത. അറിയില്ല. കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? സോണിയാഗാന്ധി ക്രൈസ്തവ പുരോഹിത. അപ്പൊ എന്തായാലും സോണിയാഗാന്ധി അല്ല. ഞങ്ങളുടെ കൈവശം മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ ക്രൈസ്തവ പുരോഹിത ആരായിരുന്നു? അറിയത്തില്ല. ആ ക്രൈസ്തവ പുരോഹിത മദർ തെരേസയാണ്? അല്ല. മദർ തെരേസയല്ല. ക്രൈസ്തവ പുരോഹിത മരതകവല്ലി ഡേവിഡാണ്. 1950 നെയ്യാറ്റിൻകരയുടെ ആ പ്രദേശത്ത് ജനിച്ച് 1970 ഇവരുടെ പൗരോഹിത്യത്തിന് വേണ്ടി ഇവരുടെ നാമനിർദ്ദേശം നൽകി. എന്നാൽ അന്നൊരു സ്ത്രീ ഈ ക്രിസ്തീയ പുരോഹിതയാവുന്നതിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 70 തുടങ്ങിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 1989 കേരളത്തിലെ ആദ്യ വനിതാ
ക്രിസ്തീയ പുരോഹിതയായിട്ട് ഇവർ അവരോഹിക്കപ്പെട്ടു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വേദികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.